ഹായ്, സജിത പ്രദീപ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പിറന്നാൾ ദിവസത്തെ വീഡിയോ ആണ്. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ്. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രമാണ്. ഇത് ഇവിടുത്തെ അമ്പലക്കുളമാണ്. ഈ അമ്പലക്കുളത്തിന് ചുറ്റുമായിട്ട് 4 ക്ഷേത്രങ്ങളുണ്ട്. വലിയ കുളമാണ്, നല്ല രസമാണ് കാണാനൊക്കെ. അമ്പലത്തിലെ വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പിറന്നാളാണല്ലോ, അപ്പൊ വഴിപാടൊക്കെ ചെയ്തു. പക്ഷെ അവിടെ നട അടച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചു നേരം അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുട്ടി അയ്യപ്പനായതുകൊണ്ട് ഇവിടെ കല്യാണങ്ങൾ നടക്കുന്ന അമ്പലമാണ്. എന്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങി. അയ്യപ്പ ക്ഷേത്രത്തിന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ അടിമക്കാവാണ്, കണ്ടത്താർ കാവ് പറയും. അവിടെയും വഴിപാടുകൾ ചെയ്യാനുണ്ടായിരുന്നു. അവിടെയും 3 അമ്പലമാണ് കേട്ടോ അടുത്തടുത്തുള്ളത്. അവിടെ 3 അവിടെയും തൊഴുത് ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. അമ്പലത്തിന് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അമ്മയുടെ സദ്യ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയായി, വിളക്കിനൊക്കെ വിളമ്പി. ആദ്യം പിറന്നാളുകാർ തന്നെ കഴിക്കണം പറഞ്ഞ് എന്നെ ഇരുത്തി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുകയാണേ. ഊണ് കഴിച്ചതിന് ശേഷം ഞങ്ങള് പാലക്കാട് ഒന്ന് പോകാനുണ്ടായിരുന്നു. സ്മാർട്ട് ബജാറിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കായിരുന്നു. അപ്പൊ എന്റെ കയ്യിലുള്ള ജീര പപ്പടാണ്. ഞങ്ങൾ പഞ്ചാബിലുള്ളപ്പോൾ എപ്പോഴും വാങ്ങിക്കുമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് കേക്ക് ഷോപ്പിലേക്കാണ്. നമ്മുടെ ജസ്ന പ്രദീപിന്റെ കേക്ക് ഷോപ്പിലേക്കാണ് പോയത്. ഞാനും 3.5 വർഷം കേക്ക് ബിസിനസ് ചെയ്ത ഒരാളാണ് ഡൽഹിയില്. എന്റെയും ജസ്നയുടെയും എല്ലാം ഗുരു ചിക്കൂസ് ഡേയിലെ രശ്മി ചേച്ചിയാണ്. അപ്പൊ അന്ന് മുതലേ ഇതിലൂടെ എല്ലാം എനിക്ക് ജസ്നെ അറിയാം. അപ്പൊ മുതൽ അവിടേക്ക് പോകണം, വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം അവിടെ പോയി ജസ്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച കേക്ക്. എന്റെ അമ്മയുടെയും പിറന്നാള് അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളുടെയും കൂടെ പേരെഴുതിയ ഒരു കേക്കാണ് വാങ്ങിച്ചത്. അമ്മയ്ക്ക് ഈ കേക്ക് കട്ടിങ്ങിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ആളാട്ടോ. നിർബന്ധിച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ കൈപിടിച്ച് മുറിപ്പിക്കണത്. പിന്നെ അമ്മ കേക്ക് കഴിക്കില്ല. അതിൽ മുട്ട ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കേക്കൊന്നും കഴിക്കില്ല. പിന്നെ നിർബന്ധിച്ചപ്പോൾ അതിന്റെ ക്രീം മാത്രം കുറച്ചെടുത്ത് കഴിച്ചതേ ഉള്ളൂ. ഇതെന്റെ ചേച്ചിയും മോളുമാണ്. ഞങ്ങൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് കേക്ക് കഴിച്ചു. പിന്നെ അവർ ഗിഫ്റ്റും സ്വീറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സ്, സ്വീറ്റ് എല്ലാം അമ്മയ്ക്ക് കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്ക് 2 സാരി ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷകരമായ പിറന്നാൾ ദിവസം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്.